റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പിൽക്കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് വിശുദ്ധ ഖുർആനിലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകൻ്റെ ഭാഷാശുദ്ധി, വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷാശുദ്ധി, ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായത്, ആളുകൾക്ക് മനസ്സിലാക്കാൻ ഉതകുന്ന, വളരെ ക്ലിയറായി കാര്യങ്ങൾ പറയുന്ന, ഒരാൾക്ക് മനസ്സിലാക്കാൻ വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാത്ത നല്ല ശുദ്ധമായ വ്യക്തമായ അറബിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പം മുതലേ പഠിച്ചു വന്നും വളർന്നു വന്നു. അത് പിൽക്കാലത്ത് പ്രവാചക ജീവിതത്തിൽ, പ്രബോധനത്തിൽ, ഹദീസുകൾ സ്വഹാബികൾ രേഖപ്പെടുത്തിയെടുക്കുന്നതിലൊക്കെ സഹായകമായിട്ടുണ്ട് പ്രവാചകൻ്റെ ഈ ഭാഷാശുദ്ധി. അത് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇക്കാലം വരെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോൾ പ്രവാചക ജീവിതത്തിലെ കുറേ നല്ല കാര്യങ്ങൾ ഈ കാര്യത്തിൽ തന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ശകുനം എന്നതിനെ ഒരു ദുശകുനം എന്ന അർത്ഥത്തിൽ ഇസ്ലാം അംഗീകരിക്കുന്നില്ലല്ലോ. ഇപ്പോൾ കറുത്ത പൂച്ച കണ്ടം ചാടുക, മുമ്പിൽ കൂടി കുറുകെ ചാടുക, ഇതൊക്കെ ദുശകുനമായി എണ്ണപ്പെടുന്ന കാര്യങ്ങൾ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവും അത് ചെലുത്തുന്നില്ല എന്നും നമുക്കറിയാം. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ വിപരീതമായ ഒരു നല്ല ശകുനം എന്നത് ഇസ്ലാം ഒരു രൂപത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങുകയാണ് എങ്കിൽ, നല്ലൊരു വാക്ക് നമ്മൾ കേൾക്കുന്നു, അതൊരു നല്ല കാര്യമായി, നമുക്കൊരു ശുഭപ്രതീക്ഷ നൽകുന്ന കാര്യമായി നമുക്ക് കാണാൻ കഴിയും. അത് ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ തന്നെ സ്ഥിരപ്പെട്ടതാണ്. ഫഅൽ എന്നാണ് അതിന് അറബിയിൽ പറയുക, അൽ ഫഅൽ. അതായത് ഒരു കാര്യവുമായി ബന്ധപ്പെടുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ അതിൽ ഒരുമിച്ച് വരിക, നല്ല കാര്യങ്ങൾ, നല്ല സാഹചര്യങ്ങൾ, നല്ല സംഭവങ്ങളൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ ഒരു നല്ല കാര്യത്തിലേക്കുള്ളൊരു മുന്നോടിയായി, നല്ല ഇതിലേക്കുള്ളൊരു പ്രതീക്ഷയായി നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ രചിച്ച പണ്ഡിതന്മാർ പറഞ്ഞ രസകരമായ കുറച്ച് കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ പേര് ആമിന. അമ്ന്, നിർഭയത്വം എന്ന നല്ല ഒരു അർത്ഥം ഉൾക്കൊള്ളുന്നൊരു പേരാണ്. അതുപോലെ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവമെടുത്ത സ്ത്രീയുടെ പേരായി ചരിത്രത്തിൽ കാണപ്പെടാറുള്ള ഷിഫ എന്നുള്ള സ്ത്രീയുടെ പേര്. ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം എന്നുള്ള നല്ല അർത്ഥമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ മുല കുടിച്ച സുവൈബ എന്ന സ്ത്രീ, സവാബ്, പ്രതിഫലം എന്നുള്ളതിൻ്റെ അതിൽ നിന്ന് വരുന്നത് ഹലീമ, ഹിൽമ്, വിവേകം എന്നുള്ളത്. അവരുടെ ഗോത്രം സഅദ്, സൗഭാഗ്യം എന്നർത്ഥമുള്ള സഅദ്, സഈദ് എന്നുള്ള സഅദിയ എന്ന ആ ഒരു ഗോത്രത്തോട് ചേർത്തുള്ള പേര്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായിരുന്ന, വാപ്പയുടെ അടിമയായിരുന്ന, പിൽക്കാലത്തൊരു വളർത്തമ്മയെപ്പോലെ, പോറ്റുമ്മയെപ്പോലെ റസൂലിനോട് വർത്തിച്ച ഉമ്മു അയ്മൻ എന്ന് പറയുന്ന സ്ത്രീയുടെ ബറക്ക എന്നാണ് അവരുടെ പേര്. ബറക്കത്ത്, അനുഗ്രഹം എന്ന അർത്ഥത്തിലുള്ള, ഐശ്വര്യം എന്ന അർത്ഥത്തിലുള്ള പേര്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല കാര്യങ്ങളിലായി ചരിത്രകാരന്മാർ എണ്ണതായി കാണാൻ കഴിയും. മൊത്തത്തിലൊരു നല്ല കാര്യങ്ങൾ, ഒരു ശുഭപ്രതീക്ഷ നമുക്ക് നൽകുന്ന നല്ല സാഹചര്യങ്ങളും നല്ല സന്ദർഭങ്ങളും അതൊരു രസകരമായ സംഗതിയായി ചരിത്രത്തിൽ സീറ ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും.